ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഇവിടെ? അത് വേറൊരു പ്രശ്നമാ. അളിയനത് ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടെന്നോ? എന്റെ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ ഭദ്രനാണോ തീരുമാനിക്കുന്നത്? എന്താ എന്താ പ്രശ്നം? ഐശ്വര്യ ഇവര് തല്ലി. തല്ലിയോ? എന്തിന്? എന്തിനാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ? തല്ലിയല്ലോ. അതെ, അപ്പൊ ആ തല്ല് തിരിച്ചു കൊടുക്കുന്ന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തല്ലിയാ തിരിച്ചു തല്ലണോന്ന് ഭദ്രൻ എന്താ ഇത്ര നിർബന്ധം? സീതയും ചിന്നും പോ, ബാക്കി പിന്നീട്. അങ്ങനെ പോവാൻ വരട്ടെ. അച്ഛാ, ഞാൻ അച്ഛനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന പെണ്ണാവിള്. അപ്പോ അവളുടെ സുരക്ഷിതത്വം എന്റെ കയ്യിലാണ്. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ചാ ഇവള് എന്റെ കൂടെ വന്നത്. അപ്പോഴേ ഒരു കാര്യത്തിലും എന്റെ ഭാര്യ വേദനിക്കാൻ പാടില്ല. ഇതേ ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾക്ക് വേണ്ടി ഈ നിൽക്കുന്ന മഹി റോഡിൽ അടികൂടിയപ്പോ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞതാ. ഇടാ, നമ്മുടെ മെക്കിട്ട് ഒരുത്തൻ കേറാൻ വന്നാ വിടരുത്. നിന്നെ വിശ്വസിച്ചല്ലേ അവള് നിന്റെ കൂടെ വന്നത്? എന്തു പ്രശ്നം വന്നാലും നീ അവളെ നോക്കൂന്ന് കരുതിയിട്ടല്ലേ? അവളുടെ സുരക്ഷ നിന്റെ കയ്യിലാ. അതിലുപരി നിന്റെ അഭിമാന പ്രശ്നം കൂടിയാ. അതുകൊണ്ടേ ഈ വിഷയം അങ്ങനെ നിസ്സാരമായിട്ട് കാണാനേ എനിക്കാവില്ല. എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ അമ്മയാകാൻ പ്രായമുള്ള സീതയെ അവളെ കൊണ്ട് തല്ലിക്കണമെന്നാണോ നീ പറയുന്നത്? അങ്ങനെ തിരിച്ചു തല്ലിയ നിനക്ക് സമാധാനം കിട്ടുമോ? മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്നെ എന്റെ ഭാര്യയും ബാധിക്കുന്ന കാര്യമാ. മറ്റാരും ഇതിലിടപെട്ട് പ്രശ്നം വഷളാക്കണ്ട. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ തല്ലുന്നത് വലിയ പാപമാണെങ്കിൽ തല്ലണ്ട. ഈ സ്ത്രീയെ എന്റെ ഭാര്യയോട് മാപ്പ് പറയട്ടെ. എന്താടേ ഈ പറയുന്നേ? മിണ്ടാട്ടം ഇല്ലാത്ത ഇവളെങ്ങനെയാ മാപ്പ് പറയുന്നേ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. അതിന്റെ ആവശ്യമില്ല. മാപ്പ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചതേ വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാ. ഇവരെ ഐശ്വര്യയുടെ കാല് പിടിച്ചാ മതി. മറ്റാരും ഇതിനകത്ത് അഭിപ്രായം പറയണ്ട. എന്റെ മാത്രം കുടുംബകാര്യം ഇത്. പറയാൻ പറ്റില്ലെങ്കിലേ അമ്മയും മോളും ഇപ്പോ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. രണ്ടിനെയും ഞാൻ പിടിച്ച് പുറത്താക്കാത്തതേ എന്റെ അമ്മ ഇവിടെ ഇല്ലാത്തോണ്ടാ. കാലി പിടിക്കുന്ന ശിക്ഷയല്ലാതെ അതിൽ കുറഞ്ഞ് മറ്റൊരു ശിക്ഷയില്ല. ഇനിയൊന്നും ഞാൻ പറയുന്നില്ല.
എങ്കിലും ചേച്ചി വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. പോട്ടമ്മേ, ഇതൊക്കെ നമ്മുടെ വിധിയാ. അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. എനിക്കും അമ്മയ്ക്കും അച്ഛനും മാത്രമേ ചേച്ചിയോട് സ്നേഹമുള്ളൂ. ചേച്ചിക്ക് തിരിച്ചു ഒരു ആത്മാർത്ഥതയുമില്ല. എങ്കിലും ചേച്ചി ഇങ്ങനെ മാറിപ്പോയല്ലോ. മറ്റെല്ലാം ഞാൻ മറക്കും, പക്ഷെ ഇന്നത്തെ സംഭവം അത് ഞാൻ മറക്കില്ല. എല്ലാരും അറിയുന്നൊരു ദിവസം ഉണ്ടല്ലോ, അന്ന് എനിക്കും പറയാനുണ്ട് പലതും. അത് പറഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ചിന്നു, എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? കാണുമെന്ന് എനിക്കറിയാം. അമ്മാതിരി പണിയല്ലേ അർജുനേട്ടൻ ചെയ്തത്. ഐശ്വര്യേച്ചൊരു പാവാന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവർക്കും ഏതാണ്ട് രമാമ്മയുടെ സ്വഭാവം തന്നെയാണെന്ന് തോന്നുന്നത്. അതെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരെ ഗണത്തിൽപ്പെട്ടതാ, നമ്മൾ പാവങ്ങളും. അവരുടെ പല പ്രവൃത്തികളും ദേഷ്യം ഉണ്ടാക്കുന്നതാ. ചിലപ്പോ തല്ലാനും തോന്നിയെന്ന് വരും. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിന്നാ മതി. ഏത് രീതിയിൽ പ്രതികരിച്ചാലും അവസാനം അത് നമ്മുടെ തല തന്നെ ഇരിക്കും. അതാ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഐശ്വര്യച്ചിക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അത് സീതാന്റി എന്നെ പരിഹരിച്ചല്ലോ, നന്നായി. അമ്മയുടെ പ്രായമുള്ള ആന്റിയെ കൊണ്ട് കാലുപിടിപ്പിച്ചതിന് അർജുനേട്ടനൊന്നും ആവശ്യമായിരുന്നു. ഐശ്വര്യ ചേച്ചി അനാഥയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ അമ്മയുടെ അച്ഛന്റെ സഹോദരങ്ങളുടെ ഒന്നും വില അറിയാൻ വഴിയില്ല. ആ, അതൊക്കെ പോട്ടെ. ഞാനിവിടുത്തെ സാറും ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. താൻ വരുന്നോ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. വെറുതെ വാന്നേ. രമമ്മയുടെ കൂടെ ഇല്ലല്ലോ, അപ്പൊ പോയിട്ട് വരാം. പിന്നെ പോകുന്ന വഴിക്ക് ഫാം ഹൗസിൽ കയറി ദാസേട്ടനെ ഒന്ന് കാണാം.